രാജാവ് ഒരു മത്സരം നടത്താൻ തീരുമാനിച്ചു. തന്റെ മുഖം ഏറ്റവും നന്നായി പുനരവതരിപ്പിക്കുന്ന ആൾക്ക് സമ്മാനം. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ശില്പികളും കലാകാരന്മാരും എത്തി. ഒരു കൂട്ടർ അത്യപൂർവ്വയിനം കളിമണ്ണുമായി എത്തി. ചിലർ മറ്റൊരിടത്തും ലഭിക്കാത്ത മാർബിളും ഉപകരണങ്ങളുമായി വന്നു. മറ്റൊരു കൂട്ടർ ഗോത്രവിഭാഗക്കാരായിരുന്നു. അവരുടെ കയ്യിൽ ഒരു ചെറിയ പൊതി പൗഡർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഒരാഴ്ച സമയം നൽകി. ഓരോ രാജ്യത്തു നിന്നുമുള്ള ശില്പങ്ങളും ചിത്രകലയും രാജാവിനെ അത്ഭുതപ്പെടുത്തി. അവസാനം ഗോത്രവർഗക്കാരുടെ മുറിയിലെത്തിയപ്പോൾ അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൗഡർ ഉപയോഗിച്ച് മുറിയുടെ 4 ചുമരുകളും മിനുസപ്പെടുത്തിയിരുന്നു. മുറിയിലെത്തിയ രാജാവിന് കണ്ണാടിയിൽ എന്ന വണ്ണം 4 വശത്തും തന്റെ പ്രതിരൂപം കാണാൻ കഴിഞ്ഞു. അവർ മത്സരത്തിൽ വിജയിച്ചു. പ്രതിരൂപങ്ങൾക്കും പ്രതിമകൾക്കും അസ്വാഭാവികതയും കൃത്രിമത്വവും ഉണ്ടാകും. പുറമെ നിന്നുള്ള ഒന്നിനും ഒരാളെയും പുനരാവിഷ്കരിക്കാൻ കഴിയില്ല. കാരണം ആരെക്കുറിച്ചും പുറമെ നിന്നുള്ള വീക്ഷണങ്ങൾ പൂർണ്ണമല്ല. നോക്കുന്നയാളുടെ ദൃഷ്ടികോണിനനുസരിച്ച് അപരന്റെ രൂപത്തിലും ഭാവത്തിലും വ്യത്യാസമുണ്ടാകും. ഏത് വശത്തു നിന്ന് നോക്കിയാലാണ് ഒരാളുടെ പൂർണ്ണരൂപം കാണാനാവുക? അനുനിമിഷം ഭാവവ്യത്യാസം വരുന്ന ഒരാളുടെ ജീവിതത്തിൽ നിന്ന് പ്രതിരൂപത്തിന് യോജ്യമാകുന്ന ഭാവം എങ്ങനെ തിരഞ്ഞെടുക്കും? നിർമ്മിക്കുന്നവന് ഇഷ്ടമുള്ള ഭാവം ശാശ്വതമായി പ്രതിഷ്ഠിക്കുമ്പോൾ അത് ഉടമയോടും കാണുന്നവനോടുമുള്ള വഞ്ചനയല്ലേ? അപരനെ അവനായി തുടരാനും തിളങ്ങാനും അനുവദിക്കുന്നവനാണ് ഏറ്റവും മികച്ച ശില്പി. പ്രതിരൂപങ്ങൾ നിർമ്മിക്കുന്നവനല്ല, പ്രതിഫലന സാധ്യത സൃഷ്ടിക്കുന്നവനാണ് യഥാർത്ഥ സ്രഷ്ടാവ്. ഒരാളെ അവനാകാൻ അനുവദിക്കുന്നതിനേക്കാൾ കർമ്മസുകൃതം മറ്റൊന്നില്ല.